ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കിഡ്സിനൊക്കെ ജ്വല്ലറി ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു DIY കിറ്റ് കണ്ടാലോ. ഇത് റിസ്റ്റ് ബാൻഡ് DIY കിറ്റാണ്. ഇത് കിഡ്സിന്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും കിട്ടും. ഇതിനകത്ത് 8 ബാൻഡ്സും 170 ബീഡ്സും 2 പേനയും പിന്നെ സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു കിറ്റിന് പ്രൈസ് വരുന്നത് 649 ആണ്. ഇത് ഈ ഒരു കിറ്റിൻ്റെ ബാക്ക് സൈഡാണ്. എന്തൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. MDF കട്ടൗട്ടാണിത്. പിന്നെ ഇതിനകത്തുള്ളത് റിസ്റ്റ് ബാൻഡ് ചെയ്യാൻ ആവശ്യമായ എലാസ്റ്റിക്കും. ഇനി ഒരു റിസ്റ്റ് ബാൻഡ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ പിക്ചേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസിൽ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ത്രെഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഈ കട്ടൗട്ടിൽ ഒരു സ്റ്റിക്കർ ഒടിച്ചു കൊടുക്കാം. സ്റ്റിക്കർ വലുതാണെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം അതിനെ. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടമുള്ള പോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ത്രെഡ് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കൈയുടെ അളവിനനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് എൻഡ് ബാക്കി വെക്കണം, അതൊന്ന് ഹാങ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ലെങ്ത് ഒരേപോലെ ആക്കി ബീഡ്സ് കോർത്തെടുക്കാം. ഇനി ഇത് ഇതേപോലെ കോർത്തെടുത്ത് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബീഡ്സ് കോർത്തെടുക്കാം. ബീഡ്സിനകത്തേക്ക് ത്രെഡ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ കുറച്ച് ഗമ്മ് തേച്ച് കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ കോർത്തെടുക്കാം. ഇനി ഒരു കഷ്ണം ത്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ട്
ഇതിനുള്ള ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ആ ഒരു കട്ട് ചെയ്ത ത്രെഡ് ഇതേപോലെ ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. പിന്നെ ഒരെണ്ണത്തിൻ്റെ മുകളിലും അടുത്ത ഒരെണ്ണത്തിൻ്റെ താഴ്ഭാഗത്തും കൂടി കൊണ്ടുവന്ന് ഇതേപോലെ ക്രോസ് ചെയ്ത് കെട്ടിട്ടെടുക്കാം. ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡ് ഉരുക്കാൻ പറ്റുന്ന ത്രെഡാണെങ്കിൽ ഉരുക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഗ്ലൂ വെച്ച് അതിൻ്റെ അടിഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിനൊരു ഹാങ്ങിങ് ആയിട്ട് സ്മൈലി ബീഡാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ എൻഡിലൊരു നോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ കയ്യിലേക്കിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവും. ത്രെഡ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. റിസ്റ്റ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതും ഇതേപോലെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഈ വീഡിയോ കിഡ്സിനുള്ളതായതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇതേപോലെ കോർത്തെടുക്കാം.
എലാസ്റ്റിക് ബ്രേസ്ലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഞാനത് സിംഗിൾ ബ്രേസ്ലെറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.